ഹായ്. ഷാനവാസും അക്ബറും സംസാരിക്കുന്നു അനീഷിന്റെ കള്ളത്തരങ്ങളെക്കുറിച്ചാണ്. അനീഷ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്ന അക്ബറും ഷാനവാസും സംസാരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഗെയിം കളിക്കണം, പക്ഷെ ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് അവരുടെ പക്ഷം. അനീഷ് ചെയ്യുന്നതെല്ലാം കള്ളത്തരമാണ് എന്നുള്ളതാണ് ഷാനവാസും അതുപോലെ അക്ബറും പറയുന്നത്. തീർച്ചയായും അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അനീഷ് ചെയ്യുന്നത് വലിയ കള്ളത്തരങ്ങളാണ്. ഇവിടെ ഇത് പറയാനുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നു, അനീഷ് അങ്ങോട്ട് ഓടിപ്പോകുന്നു, പിന്നാലെ അക്ബറും വരുന്നു. അക്ബറാണ് ക്യാപ്റ്റൻ. അക്ബർ മാത്രമല്ല, ആര്യനും നെവിനുമുണ്ട്. പക്ഷെ അക്ബറും ക്യാപ്റ്റനാണ്. ഇവിടെ അനീഷ് സ്റ്റോർ റൂമിലേക്ക് പോകുന്നു. അവിടെ ഷാനവാസിന്റെ മെഡിസിൻ വന്നിരിക്കുന്നു. അത് അനീഷ് എടുക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ഞാനല്ലേ ക്യാപ്റ്റൻ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. അവിടെ കൃത്യമായി അക്ബർ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ക്യാപ്റ്റനായതാണ്, ഇത് ഞാൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അക്ബർ അത് വാങ്ങുന്നത്. അതിനുശേഷം അക്ബർ ഷാനവാസിന് മെഡിസിൻ കൊണ്ട് കൊടുക്കുന്നു. പിന്നീട് നടന്ന സംഭവങ്ങൾ തീർച്ചയായും ഒരു നാടകം തന്നെയാണ്, ഒരു സംശയമില്ല. അനീഷിന്റെ സ്ഥിരം കലാപരിപാടി. പുറത്ത് സങ്കടത്തോടെ വന്നിരിക്കുന്നു, ആത്മകഥം പറയുന്നു. അതായത് തന്റെ ഉള്ളിലുള്ള സങ്കടം പ്രേക്ഷകരെ അറിയിക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാവരും എന്നോട് എന്താണ് ഇങ്ങനെ? ഞാൻ പാവമല്ലേ? ഞാൻ എന്ന പാവത്തെ ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ വീട്ടിലുമുണ്ട് രോഗികൾ. ഞാൻ അവർക്ക് മെഡിസിൻ എടുത്തു കൊടുക്കുന്നത് പോലെയാണ് ഇവിടെ ഷാനവാസിന് ഞാൻ മെഡിസിൻ എടുത്തു കൊടുക്കുന്നത്. അതിന് എന്തിനാണ് ഇവരിങ്ങനെ കാണുന്നത്? എന്റെ നന്മയെ നിങ്ങൾ തിരിച്ചറിയൂ. ഇവരാരും തിരിച്ചറിയുന്നില്ല എന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അക്ബർ കേൾക്കുന്നു, ഷാനവാസിനോട് പോയി പറയുന്നു, ആ പുള്ളി അവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. അതിനുശേഷമാണ് ഈ പറയുന്ന അക്ബറും ഷാനവാസും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങളും കൃത്യമാണ്. ഈ പറയുന്ന ഷാനവാസും അക്ബറും പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. അന്ന് ജയിലിൽ വെച്ച് വലിയ വഴക്കുണ്ടായിരുന്നു. അതായത് ഷാനവാസ് ബിന്നി വഴക്ക്. ആ സമയത്ത് അനീഷിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ജയിലഴിയിൽ പിടിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന അനീഷിനെ ഒരാളും മറന്നു കാണില്ല. വളരെ സങ്കടത്തോടെ അവിടെ വലിയ വഴക്ക് നടക്കുന്നു. പുള്ളി സങ്കടം സഹിക്കാൻ വയ്യാതെ ആ ഇരുമ്പഴിക്കുള്ളിൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. തീർച്ചയായും അത് വലിയൊരു നാടകം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, ആ ബോൾ ടാസ്കിൽ തോറ്റപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്ന ആ നിൽപ്പ്, ഇതെല്ലാം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് അക്ബർ ഒരു കാര്യം പറഞ്ഞു, ഒരാളുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞാൽ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന്. പക്ഷെ വഴക്കെട്ടുന്ന ഒരാളായിരിക്കും. അനീഷ് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത് എന്ന്. തീർച്ചയായും സത്യമായിട്ടുള്ള കാര്യമാണ്. അനീഷ് ഇത്തരം കലാപരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷ് കൃത്യമായി അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ടന്മാരായിട്ടുള്ള കുറെ അനീഷ് ഫാൻസ് അതും വിശ്വസിച്ച് അയ്യോ പാവം അനീഷ് ഏട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്ര കാലമായും ബിഗ് ബോസ് കണ്ടിട്ട് എന്താണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പോലും അറിയാത്ത മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പറയുന്ന അനീഷിന്റെ ഉദ്ദേശം. അത് അനീഷ് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഫുൾ കള്ളത്തരമാണ്, ഫുൾ ഉഡായിപ്പാണ്. കൃത്യമായി അത് ഈ പറയുന്ന ഷാനവാസിനും അക്ബറിനും മനസ്സിലായിട്ടുണ്ട്. ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഈ പുള്ളിയുടെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും, ഞാൻ അവന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമായിരിക്കും. അതൊക്കെ ഓക്കെ, പക്ഷെ ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയണം. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, അത് പറയണ്ടേ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ഇവൻ തോന്നുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വലിച്ചെറിയും, പിന്നീട് വീണ്ടും വന്ന് പറയും നീ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ നീ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറയും, വീണ്ടും വന്ന് ഫ്രണ്ട്ഷിപ്പ് വലിച്ചെറിയും. ഇവന് തോന്നുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഞാൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷാനവാസ്. അതായത് ഓരോ കാര്യങ്ങളും കൃത്യമാണ്. അനീഷിന്റെ കള്ളത്തരങ്ങൾ കൃത്യമായി ഷാനവാസിന് മനസ്സിലായി. അവസാനം ഷാനവാസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പുള്ളി ചെയ്യുന്നതൊക്കെ നാടകം തന്നെയാണ്, പക്ഷേ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുകൂടി ഷാനവാസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് ഭൂരിഭാഗം ബിഗ് ബോസ് പ്രേക്ഷകരും, എല്ലാവരെയുമല്ല, കുറേ ആൾക്കാർ മണ്ടന്മാരാണ്, കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവരാണ് എന്ന് കൃത്യമായി ബിഗ് ബോസ് വീട്ടിനകത്തുള്ള അനീഷിനും അറിയാം. അതുപോലെ ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അനീഷ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.